മത്സ്യബന്ധനത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ അൽഫോൺസ് നഷ്ടപരിഹാരത്തിനായി അലയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ശംഖുമുഖം സ്വദേശിയായ അൽഫോൺസിന്റെ വരുമാനം നിലച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. മത്സ്യബന്ധനത്തിനിടെ അപകടം പറ്റിയാൽ നഷ്ടപരിഹാരത്തിന് കൃത്യമായ പദ്ധതികൾ ഉള്ളപ്പോഴാണ് തുടർ ചികിത്സയ്ക്ക് പോലും മാർഗമില്ലാതെ അൽഫോൺസ് കഷ്ടപ്പെടുന്നത്. എനിക്ക് ആരുമില്ല. എൻ്റെ ഭാര്യയെ കണ്ട വീട്ടിൽ ജോലിയായിട്ട് വന്നാൽ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് മത്സ്യബന്ധനത്തിനിടെയുണ്ടായ അപകടം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അൽഫോൺസിനെ ന്യൂസ് മലയാളം കണ്ടുമുട്ടിയത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടയാളാണ് അൽഫോൺസ്. വള്ളം മറിഞ്ഞ് 8 വാരിയെല്ലുകൾ പൊട്ടി, ദീർഘനാൾ ആശുപത്രിവാസം. വീട്ടിലേക്ക് തിരിച്ചു വന്ന അൽഫോൺസിന് കടലിലോ കരയിലോ പണിക്ക് പോകാൻ കഴിയാതെയായി. ആരും ഒന്നല്ല, പിഴിഞ്ഞ പോസ്റ്റ് കാർഡും വന്ന് വീട്ടിൽ വന്ന് കേട്ടോ, അവര് ഒരു നിയന്ത്രണമില്ലാതെ ഇരിക്കുകയാണ്. ഞാൻ എന്തോ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ ഒന്നും അനുകൂലമല്ല. എനിക്ക് വീടുമില്ല. 4000 രൂപ വാടകയും കൊടുത്ത് ഞാൻ താമസിക്കുന്നത്. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ഇത്? ഒന്നില്ല, പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യേണ്ടത്? മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതിയുടെ നഷ്ടപരിഹാരത്തിനായി അപേക്ഷിച്ചിരുന്നു. മത്സ്യബോർഡിന്റെ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സ്ഥിരവും പൂർണ്ണവുമായ അവശതയ്ക്ക് 10 ലക്ഷം രൂപയും ഭാഗികമായ അവശതയ്ക്ക് 5 ലക്ഷം രൂപയും ധനസഹായം നൽകുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് ശംഖുമുഖം പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. ജീവിതം മുന്നോട്ട് നീക്കാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അൽഫോൺസ് ചായ വിൽപ്പന തുടങ്ങിയിരുന്നു. പക്ഷേ വിജയിച്ചില്ല. ഭാര്യ വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്വാസം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.